കുഞ്ഞുങ്ങളും എല്ലാം ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. അതിന് വിശ്വാസത്തിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ ക്രിസ്തുവിലൂടെ നേടിയെത്ത നിത്യരക്ഷയ്ക്ക് നിങ്ങൾ ആ പാഠത്തിലേക്ക് വരുമ്പോൾ പിന്നെ എല്ലാം പേയ്മെൻറ്റ് സീറ്റാണ്. കാര്യം എന്താ? അതെപ്പോഴും എപ്പോഴും ഒരു സഹനം വന്നാൽ അപ്പോൾ ഓർത്തേക്കണം, ഒരു കാര്യമില്ല സഹനം വരൂ, ഒരു കാര്യം ഉണ്ടാകണ്ട. നിങ്ങൾ ഇപ്പം എന്താ വിഷയം? ഇപ്പം നിങ്ങൾ വളരെ വെള്ളം അടിക്കണില്ല, വേറെ ചുറ്റിക്കളികളൊന്നും ഇല്ല, മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട്, 10 മനുഷ്യനെ കണ്ടാൽ മനുഷ്യപ്പറ്റ് കാണിക്കുന്നുണ്ട്, ഇല്ലാത്തവനുമായിട്ടുള്ളത് പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ വളരെ വെടിപ്പും മേനയോട് ജീവിച്ചാലും പണി 8 കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അറിയണം. അതെന്താ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ അറിവ് എന്താ? നിഷ്കളങ്കനായാലും ശരി പണി കിട്ടുമെന്ന് തന്നെ എൻ്റെ അർത്ഥം. അതെന്താ കാര്യം? ഈശോ വല്ല തെറ്റും ചെയ്തിട്ടാണ് ഈ പങ്കപ്പാട് മുഴുവൻ അനുഭവിച്ചത്. അപ്പം തെറ്റ് ചെയ്യാതെ ഒരു പങ്കപ്പാട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കുന്നതിന് കോമൺ സെൻസ് മതി. ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾക്കൊരു പങ്കപ്പാട് കിട്ടിയാൽ അതിൻ്റെ പ്രതിഫലം ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് മാത്രം മതി. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലോ? അതുകൊണ്ട് ഒരിക്കലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ജീവിച്ചല്ലോ, ഞാൻ പള്ളിയിൽ നിന്ന് മാറാതെ നടന്നല്ലോ, കുഞ്ഞുനാൾ പോലും ഞാൻ ചോദിച്ചതല്ലേ വെള്ളമടിക്കാത്തൊരു ഭർത്താവിനെ തരണമെന്ന്, എന്നിട്ട് ഇവൻ്റെ മൂക്ക് പിടി ഞാൻ 3 നാൾ കിട്ടുമല്ല, എന്ത് ചതിയാണ് ദൈവം എന്നോട് ചെയ്തത്? യു ഷുഡ് നോട്ട് ആസ്ക്. നമുക്ക് ദൈവത്തോട് ഒന്നും ചോദിക്കാനുള്ള യാതൊരു പ്രൊവിഷനുമില്ല. എന്താ കാര്യം? നീ നിഷ്കളങ്കമായി ആദ്യമേ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ശരിയാണ്, അതെല്ലാം ദൈവം വരവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആളെ ഈ അവതാരത്തെ നിനക്ക് തന്നിരിക്കുന്നത്. ഇനി എന്താ? ഇത് പേയ്മെൻറ്റ് സീറ്റാണ്. ഇനി ഇയാളെ വെച്ച് ക്രിസ്തുവിനെ നേടാൻ നോക്കണം. നീ ഈ ആളെ വെച്ചാണ് ക്രിസ്തുവിനെ നേടാൻ നോക്കേണ്ടത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, അമ്മയുടെ പ്രസവം ഈ ദൈവം അനീതി കാണിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അനീതി കാണിച്ചിരിക്കുന്നത് അമ്മയോടാണ്. കാര്യം അപ്പയുടെ തിരുമനസ് പ്രകാരമാണ് പരിശുദ്ധാത്മാവിൽ അമ്മ ഗർഭം ധരിച്ചത്. പക്ഷേ ആ ഒരു പ്രസവത്തിന് പോലും ഒരു ചെറുവിരൽ അപ്പ അനക്കണില്ല. അത് കണ്ടാൽ മതി നമുക്ക് കാര്യങ്ങളെല്ലാം ഒട്ടനെ മനസ്സിലാകും. ചിലർ പറയണത്, ചില ബൈബിൾ പണ്ഡിതന്മാർ പറയണത് അമ്മ വഴിയിലാണ് പ്രസവിച്ചതെന്നാണ് പറയണത്. വഴിയിലാണ് പ്രസവിച്ചത്. കാര്യം എന്താണ്? അപ്പോൾ നമ്മൾ പുൽത്തൊട്ടിലാണ് പ്രസവിച്ചതെന്നാണ് നമ്മൾ പൊതുവെ പറഞ്ഞ് കാലത്തൊഴുത്തി പ്രസവിച്ചതെന്നാണ്. പക്ഷേ എഴുതി വെച്ചിരിക്കണത് എന്താണ്? ആ ശിശുവിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് മറിയം പുൽത്തൊട്ടി കിടത്തിയെന്നാണ്. അപ്പോൾ വഴിയിലെങ്ങാണ്ട് പ്രസവിച്ചിട്ടാണ് കൊണ്ടുവന്ന് വഴിയരികെ കണ്ട പുൽത്തൊട്ടിയിൽ കൊണ്ടുവന്ന് കിടത്തിയത്. അപ്പോൾ ഇതിന് അപ്പായ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്ത് കൊടുക്കേണ്ടതല്ലേ? അപ്പക്ക് പണ്ട് മുതലുള്ള പരിപാടിയാണ് സഹായം ഒന്നും ചെയ്ത് കൊടുക്കാതെ. കുരിശെ കിടന്ന് നിലവിളിച്ചിട്ട് സഹായം കൊടുത്തില്ലേ, പിന്നെയാണ് നമുക്ക് തരാൻ പോണത്. കുരിശെ കിടന്ന് ഏലോയിൽ ലമ സബദ്ധാനി, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചും ചോദിച്ചിട്ട് സഹായം കൊടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള നല്ല ജ്ഞാനമാണ്. എന്താണ് കാര്യം? ഐ കമൺ മൈ സ്പിരിറ്റ് എന്ന് പറയാൻ, ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കണമെന്ന് പറയാൻ, ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നിത്യതയെക്കുറിച്ച് ആ നല്ല കള്ളൻ ആ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോഴേ നല്ല കള്ളനോട് സംസാരിക്കാൻ പറ്റത്തില്ല. കാര്യം നീര് വെച്ച ബോഡിയാണ്, നാക്കാണെ കുഴയാണ്, വെള്ളമെല്ലാം ഒലിച്ചുപോയി, രക്തത്തിന് വരെ ഇപ്പം മഞ്ഞ വെള്ളമാണ് ബോഡിയിൽ നിന്ന് വരുന്നത്. തവളയെപ്പോലെ ഇങ്ങനെ കുരിശെ കിടക്കുകയാണ്, മുഴുവൻ മുള്ളും കുത്തിക്കയറ്റി കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നല്ല കൊള്ളനോട് പറയുകയാണ്, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. ആ രാജ്യത്തെക്കുറിച്ച് ക്രിസ്തുവിന് നല്ല ബോധമുണ്ട്. ആ കിടപ്പ് കിടക്കുമ്പോഴും താൻ പ്രവേശിക്കുന്ന നിത്യത, പിതാവ് നൽകുന്ന നിത്യതയെക്കുറിച്ച് ക്രിസ്തുവിന് ബോധമുണ്ട്. അതാണ് വിഷയം. ആ രാജ്യം ആണ്, നിത്യതയാണ് സമ്മാനമായി കൊടുക്കുന്നത് കൊണ്ടാണ് ഇടക്കാൻ ആശ്വാസങ്ങളൊന്നും കൊടുക്കാത്തത്. ഇടക്കാൻ ആശ്വാസങ്ങൾ തരാതിരിക്കുമ്പോൾ ബോധമുള്ള ക്രിസ്ത്യാനി നീ മനസ്സിലാക്കണം. എന്താ കാര്യം? നിനക്ക് നിത്യതയിൽ കർത്താവ് ഷെയർ തന്നിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.